5 വർഷത്തിനിടെ ഇന്ത്യയിൽ വൻ ഭീകരാക്രമണങ്ങൾ നടന്നിട്ടില്ലെന്ന അവകാശവാദവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശനിയാഴ്ച ബംഗളൂരുവിൽ ബി.ജെ.പി തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കവെയാണ് പുൽവാമ, ഉറി ഭീകരാക്രമണങ്ങൾ മറന്ന് പ്രധാനമന്ത്രി അവകാശവാദം ഉന്നയിച്ചത്. മോദിയുടെ പ്രസംഗത്തിൽ നിന്ന് വ്യക്തമാകുന്നത് 5 വർഷത്തിനിടയിൽ ഇന്ത്യയിൽ വൻ ഭീകരാക്രമണം നടന്നിട്ടില്ലെന്നായിരുന്നു മോദിയുടെ വാദം. എന്നാൽ ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് വ്യക്തമാക്കുന്നതാണ് മോദിയുടെ പ്രസംഗം. चौकीदार के 5 वर्ष की चौकीदारी में कोई बड़ा धमाका हुआ क्या? 5 वर्ष पहले तक जिनको रोक पाना नामुमकिन लगता था, उसको मुमकिन किसने किया? किसने मुमकिन किया? किसने बनाया? സൈന്യത്തിന്റെയോ മതത്തിന്റെയോ ജാതിയുടെയോ പേര് പറഞ്ഞ് വോട്ട് ചോദിക്കരുതെന്ന പെരുമാറ്റച്ചട്ട ലംഘനമാണിത്. 5 വർഷം മുമ്പ് ആരെയൊക്കെയാണോ തടയാതിരുന്നതെന്നും അവരെ ഇപ്പോൾ തടയാമെന്നും മോദിയുടെ പ്രസംഗത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് പീപ്പിൾ ടിവി. 50% വിവിപാറ്റ് എണ്ണണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തി. ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ നേതൃത്വത്തിൽ ദില്ലിയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമായത്. CPIM ഉൾപ്പെടെ 23 പ്രതിപക്ഷ പാർട്ടികളാണ് ആവശ്യമുന്നയിച്ചത്. ഇക്കാര്യം ഉന്നയിച്ച് സുപ്രീം കോടതിയെ സമീപിക്കാനും യോഗത്തിൽ തീരുമാനമായി. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ നേതൃത്വത്തിൽ ദില്ലിയിൽ ചേർന്ന പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിലാണ് 50% വിവിപാറ്റുകൾ എണ്ണണമെന്ന ആവശ്യം ശക്തമാക്കിയത്. CPIM, CPI, കോൺഗ്രസ്, ആം ആദ്മി, SP തുടങ്ങി 23ഓളം പ്രതിപക്ഷ പാർട്ടികളാണ് യോഗത്തിൽ പങ്കെടുത്തത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും യോഗത്തിൽ ശക്തമായി വിമർശിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം സുതാര്യമല്ലെന്നും BJPയെ സഹായിക്കുന്ന തരത്തിലാണ് കമ്മീഷന്റെ പ്രവർത്തനമെന്നും പ്രതിപക്ഷ പാർട്ടികൾ ആരോപിച്ചു. വിവിപാറ്റ് എണ്ണുന്നതിൽ സുപ്രീംകോടതി വിധിയിൽ തൃപ്തിയില്ലെന്നും യോഗം വ്യക്തമാക്കി. 50% വിവിപാറ്റ് എണ്ണണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയെ സമീപിക്കാനും പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചു. പുനഃപരിശോധനാ ഹർജി നൽകണോ അതോ പുതിയ ഹർജി നൽകണമോ എന്ന കാര്യം എല്ലാ പാർട്ടികളും ആലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് CPIM PB അംഗമായ നീലോത്പൽ ബസു വ്യക്തമാക്കി. We think that 50% demand with which we went to the Supreme Court, the 21 opposition parties, that needs to be taken into cognizance and appropriate decisions should be taken by the Election Commission. അതേസമയം ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടന്ന ആന്ധ്രാപ്രദേശിൽ വോട്ടിംഗ് യന്ത്രത്തിൽ വ്യാപക ക്രമക്കേട് നടന്നെന്നും ചന്ദ്രബാബു നായിഡു ചൂണ്ടിക്കാട്ടി. ക്രമക്കേട് നടന്ന 150 സീറ്റുകളിൽ വീണ്ടും വോട്ടിംഗ് നടത്തണമെന്നും ആവശ്യം ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ശബരിമലയ്ക്കെതിരെ നരേന്ദ്രമോദിയുടെ അസത്യ പ്രചരണം. കേരളത്തിൽ ശബരിമലയുടെയോ അയ്യപ്പന്റെയോ പേര് പറയാൻ കഴിയില്ല. അയ്യപ്പന്റെ പേര് പറഞ്ഞാൽ ജയിലിൽ അടയ്ക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്ന് മോദി. ബംഗളൂരുവിൽ BJPയുടെ തെരഞ്ഞെടുപ്പ് റാലിയുടെ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. जैसे केरल में उन्होंने फरमान जारी किया है, कोई भगवान अयप्पा का नाम नहीं देगा, कोई शबरीमला नहीं बोलेगा. अगर बोलेगा तो केरल में जेल में ठूस दिया जाएगा. രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശബരിമലയിലെ കാണിക്ക തടഞ്ഞവരാണ് BJPക്കാർ. അയ്യപ്പ ഭക്തരെയല്ല അറസ്റ്റ് ചെയ്തത്, ആസൂത്രിതമായ അക്രമം നടത്തിയ ക്രിമിനലുകളെയാണ് അറസ്റ്റ് ചെയ്തത്. തെരഞ്ഞെടുപ്പ് ചട്ടം മോദിക്കും ബാധകമാണെന്നും പശുവിന് വേണ്ടി മനുഷ്യരെ കൊല്ലുന്നവർക്കൊപ്പമാണ് കോൺഗ്രസ് എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മോദിയോട് ഒരു കാര്യം പറയാനുള്ളൂ, തെരഞ്ഞെടുപ്പ് ചട്ടം എല്ലാവർക്കും ബാധകമാണ്, അത് പ്രധാനമന്ത്രിക്കും ബാധകമാണ്. കേരളത്തിൽ വന്ന് തീർത്ഥാടകർ എന്ന് മാത്രം പറഞ്ഞു, തീർത്ഥാടന കേന്ദ്രം എന്ന് മാത്രം പറഞ്ഞ് തൊട്ടപ്പുറം മംഗലാപുരം അവിടെ പോയി നേരെ ശബരിമലയെയും അയ്യപ്പനെയും എല്ലാം എടുത്തു പറഞ്ഞ് കേരളത്തെ അപമാനിക്കാൻ പുറപ്പെടുന്നത് മാന്യതയല്ല. ആ സ്ഥാനത്തിരിക്കുമ്പോൾ ആ മാന്യത പുലർത്താനുള്ള ആർജവം കാണിക്കണം എന്നാണ് മോദിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഭയപ്പെടുത്താനാണ് പ്രധാനമന്ത്രിയുടെ ശ്രമമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി ദൈവത്തിന്റെ പേരിൽ വോട്ടുപിടിക്കാൻ BJP ശ്രമമെന്നും കോടിയേരി പറഞ്ഞു. മുസ്ലിം ലീഗിന്റെ പതാക പാകിസ്ഥാൻ പതാക എന്ന് അമിത്ഷാ ആക്ഷേപിച്ചിട്ടും എന്തുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ലെന്നും കോടിയേരി ചോദിച്ചു. ഹിന്ദുത്വ ശക്തികൾക്ക് മുന്നിൽ കോൺഗ്രസ് പകച്ചു നിൽക്കുകയാണെന്നും കോടിയേരി പറഞ്ഞു. കേസരി സ്മാരക ജേർണലിസ്റ്റ് ട്രസ്റ്റിന്റെ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ അനുസരിച്ചുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇലക്ഷൻ കമ്മീഷനെ ഭീഷണിപ്പെടുത്തുകയാണ് പ്രധാനമന്ത്രി ചെയ്തത്.
അതിൻ്റെ ഭാഗമായി സംസ്ഥാന ഇലക്ടറൽ ഓഫീസർക്ക് ഭയപ്പെടുത്തുകയാണ് പ്രധാനമന്ത്രി ചെയ്യുന്നത്. ഇത്തരത്തിൽ കേരളത്തിൽ ഒരു മതപരമായ ധ്രുവീകരണം ഉണ്ടാക്കി, വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മതത്തെ ഉപയോഗിച്ചുകൊണ്ടും ദൈവത്തിൻ്റെ പേര് പറഞ്ഞു RSSകാർ ഇപ്പോൾ പ്രചാരപരം ചെയ്യുന്നത്. കേരളത്തിൽ വർഗീയ ധ്രുവീകരണം സൃഷ്ടിച്ച് വോട്ടുപിടിക്കാനാണ് പ്രധാനമന്ത്രിയും BJPയും ശ്രമിക്കുന്നതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാട്ടി. ഇതിനായി വിഷലിപ്തമായ പ്രചാരണങ്ങളാണ് സംഘടിപ്പിക്കുന്നത്. ഉത്തരേന്ത്യയിൽ സ്വാമിമാർ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കുന്നുണ്ട്. അതേ മാതൃക കേരളത്തിലും നടപ്പാക്കാനാണ് ശ്രമം. സ്വാമി ചിദാനന്ദപുരി കർമ്മസമിതിയുടെ മറവിൽ RSS അജണ്ട നടപ്പാക്കുകയാണെന്നും കോടിയേരി പറഞ്ഞു. സന്യാസി വേഷം കെട്ടിയിട്ടുള്ള RSSകാരനായിട്ടുള്ള ചിദാനന്ദപുരി RSSന്റെ അഭിപ്രായമാണ് എപ്പോഴും പ്രകടിപ്പിക്കാറ്. അദ്ദേഹം ഇത്തവണയും RSSന്റെ അഭിപ്രായവുമായി രംഗത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ശബരിമലയിൽ ഏറ്റവുമധികം വികസനം എത്തിച്ചത് LDF സർക്കാരാണ്. 750 കോടി രൂപയുടെ പദ്ധതികളാണ് 3 വർഷത്തിനുള്ളിൽ നടപ്പാക്കിയത്. കഴിഞ്ഞ മണ്ഡലകാലത്ത് വരുമാനം കുറഞ്ഞപ്പോൾ 100 കോടി രൂപയാണ് ശബരിമലയ്ക്കായി സർക്കാർ നീക്കിവെച്ചത്. ലീഗിന്റെ പതാക പാകിസ്ഥാൻ പതാക എന്ന് പറഞ്ഞ് BJP അധ്യക്ഷൻ അമിത് ഷാ ആക്ഷേപിച്ചപ്പോൾ പ്രതിരോധിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകാത്തത് അവർക്കുള്ളിലെ മൃദു ഹിന്ദുത്വമാണെന്നും കോടിയേരി ചൂണ്ടിക്കാട്ടി. കോൺഗ്രസ് ഹിന്ദുത്വത്തിനു മുൻപിൽ അടിയറ പറയുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. തെരഞ്ഞെടുപ്പിൽ 2004 ആവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. PS ശ്രീധരൻപിള്ളയുടെ ന്യൂനപക്ഷ വിരുദ്ധ പരാമർശത്തിലും സൈനിക വിരുദ്ധ പരാമർശത്തിലും CPMന്റെ പരാതി. ശ്രീധരൻപിള്ളയ്ക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയതായി V ശിവൻകുട്ടി. ശ്രീധരൻപിള്ളയുടെ ലക്ഷ്യം കലാപമുണ്ടാക്കലെന്നും V ശിവൻകുട്ടി പറഞ്ഞു. ഇന്നലെയായിരുന്നു ശ്രീധരൻപിള്ളയുടെ വിവാദ പരാമർശം. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കുന്ന ചടങ്ങിലാണ് BJP അധ്യക്ഷൻ കടുത്ത മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയത്. ജീവനെ പണയപ്പെടുത്തി ഒരു രാജ്യം നേടിയ വിജയമാക്കുമ്പം 3 സ്ഥലങ്ങളിൽ അങ്ങനെ ചെയ്ത ശേഷം തിരിച്ചു വരുമ്പം നമ്മുടെ രാഹുൽ ഗാന്ധിയും യെച്ചൂരിയും പിണറായിയും ഒക്കെ പറയുന്നത് അവിടെ ഇറങ്ങിയിട്ട് മരിച്ചു കിടക്കുന്നവരൊക്കെ ഏത് ജാതിക്കാരാ, ഏത് മതക്കാരാ, ഇസ്ലാമാകണമെങ്കിൽ ചില അടയാളമൊക്കെ ഉണ്ടല്ലോ, ഈ ഡ്രസ്സൊക്കെ മാറ്റി നോക്കിയല്ലേ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തിട്ട് തിരിച്ചു വരണമെന്നാണ് പറയുന്നത്. PS ശ്രീധരൻപിള്ളയുടെ മുസ്ലിം വിരുദ്ധ പരാമർശത്തിനെതിരെയാണ് ആറ്റിങ്ങൽ LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി V ശിവൻകുട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. ഒരു സമൂഹത്തിന്റെ പേര് തന്നെ എടുത്തു പറഞ്ഞിട്ട്, മുസ്ലിം സമുദായമെന്ന് ആ സമൂഹത്തിന്റെ പേര് തന്നെ എടുത്തു പറഞ്ഞിട്ടാണ് ആ മുസ്ലിം സമുദായം ആണോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി, ചില അടയാളങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി ഉടുതുണി മാറ്റണമെന്നാണ് ശ്രീധരൻപിള്ള ഒരു ഇതുമില്ലാതെ പരസ്യമായി പറഞ്ഞിരിക്കുന്നത്. പരസ്യമായിട്ടുള്ള തിരഞ്ഞെടുപ്പിന്റെ ചട്ടങ്ങളുടെ ലംഘനമാണ് അദ്ദേഹം കാണിച്ചിരിക്കുന്നത്. ഇതിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ ജില്ലാ വരണാധികാരിക്കും ആറ്റിങ്ങൽ സബ് ഇൻസ്പെക്ടർക്കും ആറ്റിങ്ങൽ SP-ക്കും ഇതിനെ സംബന്ധിച്ചിടത്തോളം പരാതി നൽകിയിട്ടുണ്ട്. PS ശ്രീധരൻപിള്ളയുടെ മുസ്ലിം വിരുദ്ധ പരാമർശം മണ്ഡലത്തിൽ ചർച്ചയാക്കാനാണ് LDF തീരുമാനം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ലോകത്തെങ്ങുമുള്ള എല്ലാ മലയാളികൾക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഹ്ലാദകരമായ വിഷു-ആശംസകൾ നേർന്നു. നന്മയുടെയും പുരോഗതിയുടെയും സ്നേഹത്തിന്റെയും സ്നേഹസന്തോഷവുമായി എത്തുന്ന വിഷു മലയാളികൾക്ക് കൊയ്ത്തുത്സവം കൂടിയാണ് വിഷു. മഹാപ്രളയത്തിൽ തകർന്ന കേരളത്തിന്റെ കാർഷിക മേഖലയെ വീണ്ടെടുക്കാനുള്ള നമ്മുടെ ശ്രമങ്ങൾക്ക് നല്ല ബലം കണ്ടു തുടങ്ങിയെന്നും ഏറെ പ്രതീക്ഷ നൽകുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കുട്ടനാട്ടിലും പാലക്കാട് മേഖലയിലും ഇക്കൊല്ലം നെല്ലിന് റെക്കോർഡ് വിലയാണ്. കൃഷി അഭിവൃദ്ധിപ്പെടുത്താനും പ്രകൃതിയെ സംരക്ഷിക്കാനുമുള്ള നമ്മുടെ ശ്രമങ്ങൾക്ക് ഊർജ്ജമാവട്ടെ വിഷു സന്ദേശമെന്ന് മുഖ്യമന്ത്രി ആശംസിച്ചു. വർഗീയ ചേരിതിരിവിന് പുറമെ പാവപ്പെട്ടവന്റെ അന്നം മുടക്കാനും UDF നീക്കം. കഴിഞ്ഞ 1000 ദിവസമായി കൊല്ലം ജില്ലാ ആശുപത്രി DYFI നടത്തുന്ന ഹൃദയസ്പർശം എന്ന പൊതിച്ചോറ് വിതരണ പദ്ധതിക്കെതിരെയാണ് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമെന്ന് ആരോപിച്ച് UDF പരാതി നൽകിയിരിക്കുന്നത്. വ്യത്യസ്ത മതവിഭാഗങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കി വോട്ട് തട്ടാൻ നടത്തിയ നീചശ്രമത്തിന് പിന്നാലെ പാവപ്പെട്ടവന്റെ അന്നം മുടക്കാൻ ശ്രമിക്കുന്ന UDF-നെതിരെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നടത്തിയ പ്രതികരണം. 3 വർഷം കൊണ്ട് ഞാൻ ഇവിടുന്ന് ചോറ് വാങ്ങിക്കുന്നു. 3 വർഷം ഞങ്ങൾ ഈ 2 മാസം ആശുപത്രി കിടപ്പാണ്. ഞങ്ങൾക്ക് അന്ന് വരെ ഇന്ന് വരെ ഇവിടുന്ന് ചോറ് കൊണ്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾ പാവത്തുങ്ങളാണ്. ഞങ്ങൾ ബാലഗോപാലൻ സാറിന് മാത്രമേ വോട്ട് ചെയ്യത്തുള്ളൂ. ഞങ്ങളെ കുടുംബം മൊത്തവും ഏതെല്ലാം സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ രോഗിയായിട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. ആ കൂട്ടിരിപ്പുകാർക്ക് ഈ ഒരു നേരത്തെ അന്നം കിട്ടുന്നത് അത് വലിയ കാര്യമാണ്. അത് അവർ ഈശ്വരൻ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ 2 കൈ നീട്ടി മേടിച്ച് അവർ ആ ഭക്ഷണം കഴിക്കുന്നത് അത് ഇല്ലാതാക്കുന്ന പ്രേമേന്ദ്രന് അത് ഒരിക്കലും ഗുണം പിടിക്കത്തില്ലെന്നേ പറയത്തുള്ളൂ. പാവപ്പെട്ടവർക്കായി നൽകുന്ന ഉച്ചയൂണ് വിതരണം ചെയ്യുന്നവർ എതിർ സ്ഥാനാർത്ഥിയായ KN ബാലഗോപാലിന്റെ ചിത്രമുള്ള ടീഷർട്ട് ഇട്ടെന്ന് കാണിച്ച് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം എന്ന വിചിത്ര പരാതിയാണ് NK പ്രേമചന്ദ്രൻ നൽകിയത്.
ഹർത്താൽ ദിവസങ്ങളിൽ പോലും മുടക്കാത്ത ആഹാര വിതരണം തെരഞ്ഞെടുപ്പ് പരാജയ ഭീതിയിൽ മുടക്കാനാണ് UDF ശ്രമം. ഈ ആരോപണത്തെ ജനകീയമായും നിയമപരമായും നേരിടാൻ തന്നെയാണ് ഡിവൈഎഫ്ഐ തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 758 ദിവസമായി കൊല്ലം ജില്ലാ ആശുപത്രിയിലും കടക്കൽ താലൂക്ക് ആശുപത്രിയിലും ഡിവൈഎഫ്ഐ നൽകുന്ന പൊതിച്ചോറ് ക്യാമ്പയിനെ ഒരു രാഷ്ട്രീയ പ്രചരണത്തിന്റെ വേദിയായും അതുപോലെ തന്നെ അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൂട്ടിക്കലർത്തിക്കൊണ്ട് ഈ പ്രവർത്തനത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് കൊല്ലത്തെ UDFന്റെ നേതാക്കന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പരാജയ ഭീതി കൊണ്ട UDFന്റെ നേതാക്കന്മാർ ജില്ലാ ആശുപത്രിയിലെ പാവപ്പെട്ട രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും നൽകുന്ന ഈ പൊതിച്ചോർ പ്രവർത്തനത്തെ പോലും തടയിടുന്നതിനും തകർക്കുന്നതിനും വേണ്ടിയുള്ള ശ്രമമാണ്. അതിനെ ഞങ്ങൾ നിയമപരമായും രാഷ്ട്രീയപരമായും സംഘടനാപരമായി നേരിടുന്നതിന് വേണ്ടി തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. നൂറുകണക്കിന് നിർധനരുടെ പ്രതീക്ഷയായ ഒരു നേരത്തെ ആഹാരം പോലും മുടക്കി നേട്ടമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ സമൂഹ മധ്യത്തിലും ചർച്ചയായി. നിലവിൽ വർഗീയ പരാമർശത്തിന്റെ പേരിൽ പ്രേമചന്ദ്രന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകിയിരുന്നു. ഇതുപോലുള്ള നിരവധി പേരാണ് ഇവിടെ ഡിവൈഎഫ്ഐയുടെ ഹൃദയസ്പർശം എന്നുള്ള ഈ പൊതിച്ചോറ് വിതരണ ഇതിൽ നിന്ന് ഭക്ഷണം വാങ്ങുന്നതും കഴിക്കുന്നതും. ഇതിനെതിരെയാണ് UDFന്റെ പരാതി. കൊല്ലത്ത് നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ.